കൺമണിപ്പൂവേ കിന്നാരിപ്പൂവേ കനിപ്പൂവേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു മൂവി റിവ്യൂവിനെ പറ്റിയിട്ടാണ്. April 25 റിലീസായ തുടരും മൂവിയുടെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. എക്സലന്റ് മൂവി ഗൈസ്. ഞാൻ ഒത്തിരി നാളായിട്ട് കാണാൻ കാത്തിരുന്ന ഒരു ലാലേട്ടൻ നമുക്ക് കാണാൻ പറ്റി. പ്രൗഡ് ടു ബി എ ലാലേട്ടൻ ഫാൻ. തുടരും മൂവി ഡയറക്റ്റഡ് ബൈ തരുൺ മൂർത്തി. ഐ തിങ്ക് ഹീസ് എ ന്യൂ ഡയറക്ടർ. ഭയങ്കര എക്സ്പീരിയൻസ് ലെവലിൽ അടിപൊളിയായിട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവിയെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 5 മിനിറ്റ്സ്, ഫസ്റ്റ് 5 മിനിറ്റ്സിൽ നമുക്ക് കിട്ടുന്ന ഒരു എൻഗേജിങ് ഉണ്ട് ഒരു മൂവിയിൽ. ആ മൂവിയുടെ ഓരോ അപ്സ് ആൻഡ് ഡൗൺസിൽ നോർമലി ഒരു ഫാമിലി മൂവി സ്റ്റോറി ലൈനിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവം, അതിൽ കാണുന്ന ഓരോ ഷിഫ്റ്റും ഓരോ ഇമോഷൻസും നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ലാലേട്ടന്റെ അസാധ്യമായിട്ടുള്ള പെർഫോമൻസ് ആണ്. കാരണം പുള്ളി ചിരിച്ചാൽ നമ്മൾ ചിരിക്കും, പുള്ളി കരയാൻ നമ്മൾ കരയും. ആ ഒരു ലെവൽ ഓഫ് പെർഫോമൻസ് ആണ് ഇതിലുള്ളത്. ഒത്തിരി നാളായി അങ്ങനത്തെ ലാലേട്ടനെ കണ്ടിട്ട്. ഹീറോയുടെ അടുത്ത് നമുക്ക് അത്രയും ഒരു ഇത് തോന്നണം എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വില്ലൻ അത്രയും സ്ട്രോങ് ആയിരിക്കണം. മൂവിയുടെ വില്ലനെ പറ്റി ഞാനിപ്പോ പറയുന്നില്ല, അതൊരു സർപ്രൈസ് ആയിട്ടിരുന്നോട്ടെ. പക്ഷേ ആ വില്ലൻ ക്യാരക്ടർ അഭിനയിച്ച ആള് സത്യം പറഞ്ഞാൽ തകർത്തു. ആ ആളുടെ അടുത്ത് നമുക്ക് തോന്നുന്ന ആ ഒരു ദേഷ്യം, ശരിക്കും ആ ഒരു സംഭവം, ആ ഒരു ലോക്ക് നമുക്ക് ലാലേട്ടന്റെ അടുത്ത് അത്രയും ഇനി എന്ത് ചെയ്യും. പക്ഷെ എനിക്ക് ഉറപ്പായിരുന്നു ലാലേട്ടൻ ആയതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ഊരിപ്പോരുമെന്ന്. സ്റ്റോറി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റോറി ലൈനായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിൽ ഓരോ ട്വിസ്റ്റ്, ഓരോ ടേൺ നമ്മളിങ്ങനെ നോക്കിയിരുന്നു പോകും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മോഹൻലാലിന്റെ തന്നെ മൂവി റെഫറൻസസ് എടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ചെറിയ ചെറിയ ഓരോ പോർഷൻസിൽ എടുക്കുന്ന കോമഡീസ് ആണെങ്കിലും പല പല ലാലേട്ടന്റെ മൂവീസിനെ കണക്ട് ചെയ്തിട്ട് ഉള്ള ഒരുപാട് സംഭവങ്ങൾ. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് നമ്മുടെ ഓൺലൈൻ മീഡിയാസിൽ കൂടെ അല്ലെങ്കിൽ റീൽസിലൂടെയൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ കോമഡീസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് അവരുടെ ലോക്കൽ ലാംഗ്വേജിൽ തന്നെ നമ്മൾ നോർമലി സംസാരിക്കും പോലെ ആ ഒരു കൈൻഡ് ഓഫ് സ്ക്രീൻ പ്ലേ നമുക്കിതിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഫൈറ്റ്, അത് പറയാതിരിക്കാൻ വയ്യ. സത്യം അടിപൊളി ഫൈറ്റ് ആയിരുന്നു. പുലിമുരുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ലാലേട്ടനുണ്ടല്ലോ, ആ ഒരു കൈൻഡ് ഓഫ് അടിപൊളി ഫൈറ്റ് ആണ്. നമുക്കിങ്ങനെ മോഹൻലാലിന്റെ ഓരോ ഇതിലും, ഓരോ ഫൈറ്റിലും അല്ലെങ്കിൽ ഓരോ എന്താ പറയുക, ഓരോ ഇടിയിലും നമ്മളിങ്ങനെ നോക്കിയിരിക്കും, കൊടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു ഗൂസ് ബംസ് വരും. ചില സമയങ്ങളിൽ നമുക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും. എല്ലാ ഇമോഷൻസും കണക്ട് ചെയ്യുന്ന ശരിക്കും ഒരു ഫാമിലി എന്റർടൈനർ ആണ്. വേറെ ഒരു തള്ളും ഇല്ലാത്ത അല്ലെങ്കിൽ ഭയങ്കര എക്സാജറേഷൻ ഇല്ലാത്ത ഒരു നോർമൽ മൂവി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചതെന്ന് വെച്ചാൽ, ഒരാളുടെ ഒരു ലൈഫിൽ ഒരു പ്രോബ്ലം വരാൻ അല്ലെങ്കിൽ ഒരാളുടെ ലൈഫിൽ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് വരാൻ വേണ്ടിയിട്ട് അധിക ടൈമൊന്നും വേണ്ട. ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ നടക്കുന്ന ഒരു സംഭവമാണ് കണക്ട് ചെയ്തത്. നമ്മളെ ലൈഫിലാണെങ്കിലും മൂവിയിലാണെങ്കിലും അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ഏതോ ഒരു കുരുക്കിലേക്ക് പോകും. അങ്ങനത്തെ ഒരു മൂവിയാണ്. എൻ്റെ അടുത്ത് കുറെ പേര് ഞാൻ സ്റ്റോറി ഇട്ടപ്പോൾ ചോദിച്ചിരുന്നു എങ്ങനെയുണ്ട് മൂവിന്ന്. സത്യം പറഞ്ഞാൽ കാണേണ്ട മൂവി, എന്തായാലും കാണാം. അതിങ്ങനെ നമ്മൾ ടി വിയിൽ വരും വരെയോ അല്ലെങ്കിൽ OTT പ്ലാറ്റ്ഫോമിൽ വരും വരെയോ കാത്തിരിക്കേണ്ട ഒന്നല്ല, ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട മൂവിയാണ്. ഇന്നലെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഫുൾ ഫില്ലായി. ഞങ്ങൾ വിചാരിച്ചില്ല, കാരണം അത്രയും പ്രൊമോഷൻ ഇല്ല മൂവിക്ക്, അത്രയും ഹൈപ്പ് ഇല്ല. നോർമൽ ഒരു മൂവി എന്ന് പറഞ്ഞ്, ഫാമിലി മൂവി എന്ന് പറഞ്ഞ് കാണാൻ പോയതാണ്. പക്ഷെ ഇന്നലെ നമ്മൾ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേനും എവിടെയും സ്ലോട്ട് ഇല്ല. ഞങ്ങൾക്ക് ലാസ്റ്റ് മൊമെന്റിലാണ് ന്യൂവിൽ കിട്ടിയത്. പക്ഷെ ന്യൂവും ഫുള്ളായി. ഞങ്ങൾ പോയി കാണാൻ നിന്ന സ്ഥലത്ത് ഫുള്ളായിരുന്നു തിയേറ്റർ. എല്ലാവരും പോയി വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മൂവിയിലെ വില്ലനെ പറ്റിയിട്ട്, ഞാൻ വില്ലൻ ആരാണെന്ന് പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളൂ. അതുപോലെ അവർ കാണിക്കുന്ന ഓരോ മാനറിസം അല്ലെങ്കിൽ അവർ കാണിക്കുന്ന ഓരോ ഡയലോഗ്സ് നമുക്കിങ്ങനെ ഇപ്പൊ തോന്നും ലാലേട്ടന്, നമുക്കങ്ങ് സങ്കടം വരും. കാരണം ഇപ്പൊ ട്രിഗർ ആവും. മാക്സിമം കൺട്രോളിൽ നിൽക്കുന്ന ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ട്, നമ്മൾ ദൃശ്യത്തിലൊക്കെ കാണൂലേ അങ്ങനെ ഒരു ലാലേട്ടൻ, നമ്മൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വഴുതി മാറിക്കൊണ്ടിരിക്കുന്ന ഒരാള് എങ്ങനെയോ പോയി. ഞാൻ കൂടുതൽ പറഞ്ഞ സ്പോയിലർ ആയിപ്പോ. സോ എന്തായാലും അടിപൊളി മൂവി. താങ്ക് യു ടു ദ ഡയറക്ടർ തരുൺ മൂർത്തി. അതുപോലെ തന്നെ ലാലേട്ടൻ ഇതുപോലെ പുതിയ ഡയറക്ടേഴ്സിന് ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. അടിപൊളിയായിട്ട് ചെയ്ത്. വേറൊന്നും എനിക്ക് പറയാനില്ല, അടിപൊളി മൂവി. എല്ലാവരും പോയി തിയേറ്ററിൽ കാണാം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ്. സോ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് മൂവി. താങ്ക് യു. മൂവിയെ പറ്റി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലും കേൾക്കുന്നു തലച്ച് കിടന്നേ, പറയാതിരിക്കാൻ വയ്യ. അടിപൊളി അഭിനയം. ശരിക്കും ആളെ കാണുമ്പോൾ നമുക്ക് തന്നെ പേടിയായി പോകും. പറയാൻ പാടില്ല എന്ന് പറയരുത്. ഓക്കെ, അപ്പൊ ആരെ പറ്റി പറയാം, ലാലേട്ടനെ പറ്റി അതിനെ പറയാൻ പറ്റും. എക്സലന്റ് ആണ്. ബിക്കോസ് വരുന്നില്ലടാ, ചിരിക്കല്ലടാ, ഉറങ്ങടാ, എനിക്ക് ആരെയും ഇരുന്നാ പറ്റില്ല. അപ്പൊ കറിക്കോളാം. തിയേറ്റേഴ്സ് വേറെ എന്തെങ്കിലും പറയണ്ടോ?